ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളെ എൻ്റെ ജീവിതം എന്താകും എന്നതിനെക്കുറിച്ച് ആകുലപ്പെടുന്നവരാണോ നാം? എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും കരുതലുണ്ടോ? ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നോക്കിയാലോ? ലൗദാത്തെ സിയുടെ 2-ാം അധ്യായത്തിൽ ഫ്രാൻസിസ് പാപ്പ സൃഷ്ടാവിനെ പറ്റി പറയുന്നുണ്ട്. ദൈവത്തിന് സർവ്വസൃഷ്ടിയോടുമുള്ള പൈതൃക സ്നേഹം യേശു തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നതും ശിഷ്യന്മാർക്ക് വാത്സല്യത്തോടെ പറഞ്ഞു കൊടുക്കുന്നതും മാത്രമല്ല, മറിച്ച് അവരെ തൻ്റെ പിതാവിൻ്റെ പൈതൃക ബന്ധം അംഗീകരിക്കാൻ ക്ഷണിക്കുന്നതും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പൈതൃക ബന്ധത്തിലും ദൈവാശ്രയത്തിലും വളരാനുള്ള പാഠങ്ങൾ പ്രകൃതിയിൽ തന്നെ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്: 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. അതുമാത്രമല്ല, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെയും പറയുന്നുണ്ട്. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ചെറു കുരുവികളെ പറ്റി ദൈവം എന്തുമാത്രം കരുതുന്നുണ്ടല്ലേ? ഫ്രാൻസിസ് പാപ്പ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാനാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഭൂമിയെയും സർവ്വജീവജാലങ്ങളെയും ഇത്രയും കരുതലോടെ പരിപാലിക്കുന്ന ദൈവം തൻ്റെ സ്വന്തം ഛായയായ എന്നെയും നിന്നെയും എത്രയോ കൂടുതൽ കരുതലോടെ പരിപാലിക്കുകയില്ല. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.